നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വിശ്വാമിത്ര മുനി പുങ്കവൻ ജനകരാജ ഋഷിയുടെ വാക്കുകൾ കേട്ട് വത്സ രാഘവ, വില്ലിത നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ബ്രഹ്മഋഷിയുടെ അനുവാദം കിട്ടിയ ദാശരഥി ചാപം ഇരിക്കുന്ന പെട്ടി തുറന്ന് തൃക്കൺ പാർത്ത് സവിനയം ചോദിച്ചു, ഭഗവാനെ, ഈ പള്ളിവില്ലിനെ ഞാനൊന്ന് തൊട്ടോട്ടെയോ? എടുക്കുവാനും കുലയ്ക്കുവാനും ശ്രമിക്കട്ടെയോ? തീർച്ചയായും കൗശികമാമുനിയും ജനകനരവരനും ഒപ്പമാണ് സമ്മതം ഏകിയത്. മഹാപ്രഭു ശ്രീരാമചന്ദ്രൻ ഒരു കുട്ടിക്കളി എന്ന പോലെ വില്ലിൻ്റെ മധ്യത്തിൽ ഇടത്തെ തൃക്കായി ചേർത്തു. ധർമ്മസ്വരൂപിയായ കുമാരൻ ഈശ്വരശാപം എടുക്കലും വളയ്ക്കലും ഞാൻ കേറ്റലും ഒരൊറ്റ നിമിഷത്തിനുള്ളിൽ ചെയ്തു. ആ കൈക്കരുത്ത് താങ്ങുവാൻ സാധിക്കാത്ത പള്ളിവില്ല് വളഞ്ഞപ്പോൾ 2 ഖണ്ഡമായി പൊട്ടി. ആയിരം ആളുകൾ കണ്ണിമ വെട്ടാതെ നിൽക്കുന്നു. മാമല പൊളിയുന്നത് പോലെ ഇടിനാദം ഉയർന്നപ്പോൾ ഭൂമിയാകെ ശക്തിയിലൊന്ന് ചലിച്ചു. മഹർഷിവര്യന്മാരും ജനകരാജ ഋഷിയും ദശരഥ നന്ദനന്മാരും ഒഴികെ മറ്റെല്ലാവരും പെട്ടെന്ന് വീണ് ഓഹാലസ്യപ്പെട്ട് വീണു. അല്പനിമിഷങ്ങൾക്കകം സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ആനന്ദാശ്രുക്കളെ അണിഞ്ഞ രാജഋഷി തൊഴുതുകൊണ്ട് വാക്ചാതുര്യത്തോടെ ഗാധിപുത്രനോട് പറഞ്ഞു, ഭഗവാനെ, ദശരഥനന്ദനായ രാമൻ്റെ വിക്രമം ഞാൻ കണ്ടു. അത്യദ്ഭുതം, അചിന്ത്യം, അമേയമാണി കുമാരന്മാർ എന്നതിൽ സംശയമില്ല. എൻ്റെ ഓമന മകൾ സീത ജനകരാജവംശത്തിന് അനശ്വര യശസ് സമ്പാദിച്ച് ഈ രഘുവംശരത്നത്തെ ഭർത്താവായി അടഞ്ഞതിനാൽ വീര്യശൽക്കലയാണ് ജാനകി എന്ന എൻ്റെ സത്യവും നിറവേറി. പ്രാണാധിക പ്രിയയായ മകൾ സീതയെ രാമന് കൊടുക്കണം. ഭഗവാനെ, അവിടുത്തെ അനുവാദപ്രകാരം അമാത്യന്മാർ തന്നെ അയോധ്യയിലേക്ക് അതിവേഗം തേരിലേറി പോകട്ടെ. കൗശിക വംശത്തിലകമേ, അവിടുത്തേക്ക് നന്മ വരട്ടെ. വീര്യശൽക്കലയായ പുത്രിയുടെ പരിണയ വാർത്ത അറിയിച്ച് മഹാരാജ ദശരഥനെ സജീവ വര്യന്മാർ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. മുനിസിംഹത്താൽ പരിപാലിതരാണ് രഘുനന്ദനന്മാരെന്ന കാര്യവും മന്നോർമന്നനെ അറിയിക്കട്ടെ. ആനന്ദമഗ്നനായ അയോധ്യാധിപൻ അതിശീഘ്രം ഇവിടെ എത്തണം. ധാർമ്മികോത്തംസമമായ രാജഋഷി സംപ്രീതനായ കൗശികന്റെ പൂർണ്ണാനുവാദത്തോടെ മന്ത്രിമാരെ വിളിച്ച് അയോധ്യയിലേക്ക് വർത്തമാനങ്ങൾ അറിയിക്കുവാനും അവനീന്ദ്രനെ ആനയിക്കുവാനും പറഞ്ഞയച്ചു. മിഥിലേശ്വരന്റെ ദൂതന്മാർ കൂടിയായ അമാത്യന്മാർ ക്ഷീണം ഏശമേൽക്കാതെ 3 ദിവസത്തെ നിരന്തര യാത്ര കൊണ്ട് അയോധ്യ നഗരിയിൽ എത്തി. ഗോപുരദ്വാരത്തിൽ കാവൽ നിൽക്കുന്നവരോട് ജനക മഹാരാജാവിൻ്റെ സന്ദേശവും കൊണ്ട് ദൂതന്മാർ വന്നിട്ടുണ്ടെന്ന് തമ്പുരാനെ വേഗത്തിൽ അറിയിക്കൂ. ആഗതരുടെ വാക്കുകേട്ട ദ്വാരപാലന്മാർ ഉത്തരക്ഷണത്തിൽ രാജാനുവാദ പ്രകാരം അമാത്യന്മാരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. വയോവൃദ്ധനാണെങ്കിലും ദേവതുല്യനായ ദശരഥ ഭൂപാലകനെ കണ്ട ദൂതന്മാർ തൊഴുതുകൊണ്ട് അടുത്തു ചെന്ന് നമസ്കരിച്ച് മധുരമായ വാക്കുകൾ ഭയരഹിതമായി പറഞ്ഞു. മഹാസത്വസമ്പന്നനായ തമ്പുരാനെ, രഘുവംശത്തിലകനും ശത്രുമർദ്ദകനുമായ രാജസിംഹ, അഗ്നിഹോത്രാദികൾ തെറ്റുപറ്റാതെ യഥാവിധി ചെയ്യുന്ന മിഥിലേശ്വരൻ ജനകരാജ ഋഷി പുരോഹിതന്മാരും ആചാര്യന്മാരുമൊത്ത് വാണരുളുന്ന അവിടത്തോട് സ്നേഹാദരമായി കുശലവും സത്സമൃദ്ധിയും വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ബ്രഹ്മഋഷി വര്യനായ വിശ്വാമിത്രന്റെ അനുവാദത്തോടെ വിദേഹേശ്വരൻ കുശലപ്രശ്നത്തോടുകൂടി അവിടത്തോട്, സുഹൃത്ത് സത്തമ, എൻ്റെ മകൾ വീര്യശൽക്കയാണെന്നതും പല പല അരജന്മാർ അഭിമാനത്തോടും അമർഷത്തോടും വന്ന് നിർവീര്യരായി പിന്നൊഴിച്ചതും അറിയുമല്ലോ. രാജൻ അങ്ങയുടെ ആത്മജന്മാർ വിശ്വാമിത്ര ബ്രഹ്മഋഷിയോ ഒന്നിച്ച് എതിർച്ചയ ഇവിടെ വന്നു. വീരവീരന്മാരായ ഓമന കുട്ടികൾ എല്ലാവരെയും പരാജിതരാക്കി കഴിഞ്ഞു. മഹാബാഹുവായ അങ്ങയുടെ സീമന്തപുത്രൻ മഹാനായ രാമകുമാരൻ മഹാജന സഭാമധ്യത്തിൽ വെച്ച് പള്ളിവില്ലെടുത്ത് വളച്ചപ്പോൾ പെട്ടെന്ന് 2 ഖണ്ഡമായി മുറിഞ്ഞു. വീരശൽഖയായ സീതയെ മഹാത്മാ ശ്രീരാമന് നൽകി. എൻ്റെ പ്രതിജ്ഞയെ തരണം ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അങ്ങ് അതിന് അനുവാദമേകണം. ആചാര്യന്മാരോടും പുരോഹിതന്മാരോടും ബന്ധുമിത്രാദികളോടും കൂടി ശീഘ്രമെത്തി വീരസുധന്മാരെ കാണുക. മഹാരാജാവെ, മേൽക്കുമേൽ മംഗളം ഉണ്ടാകട്ടെ. എൻ്റെ സത്യത്തെ അങ്ങ് നിറവേറ്റി തരണമേ. വീര്യ നിർജയധരായ നന്ദനന്മാരെ കൊണ്ട് പ്രീതി നേടുവാൻ അതിവേഗത്തിൽ എത്തണേ. തമ്പുരാനെ, കൗശിക ബ്രഹ്മഋഷിയുടെ അനുവാദവും ശതാനന്ദ ബ്രഹ്മഋഷിയുടെ നിർദ്ദേശവും അനുസരിച്ച് മഹാരാജാവ് മധുരമായി പറഞ്ഞ സന്ദേശമാണ് അമാത്യന്മാരായ ഞങ്ങൾ ഉണർത്തിയത്. രാജരാജേന്ദ്രനായ തമ്പുരാനെ, അവിടത്തേക്ക് എന്തെങ്കിലും കാരണത്താൽ വിദേഹത്തിലേക്ക് വരുവാൻ വിഷമമാണെങ്കിൽ ജനകരാജ ഋഷിയെ അറിയിക്കേണ്ടത് ആജ്ഞാപിച്ചാലും. ദൂതവാക്യം അരജവരനെ പുളകം അണിയിച്ചു. ബ്രഹ്മഋഷിമാരായ വസിഷ്ഠൻ, വാമദേവൻ മുതലായവരോടും മന്ത്രിവര്യന്മാരോടും വാമന്നവൻ പറഞ്ഞു.
കൗസല്യാനന്ദ വർദ്ധകനായ രാമൻ കൗശിക മാമുനീന്ദ്രൻ്റെ പരിരക്ഷണത്തിൽ ലക്ഷ്മണനൊന്നിച്ച് വിദേഹരാജ്യത്തിൽ വസിക്കുകയാണത്രേ. കാകുൽസ്ഥ നന്ദനൻ്റെ വീര്യം മഹാത്മാ മിഥിലാധിപൻ കണ്ടു. സ്വസുധയെ രാമന് കൊടുക്കുവാൻ ആഗ്രഹമുണ്ടത്രേ. ആ മഹാന്റെ ഏർപ്പാട് ഭവാന്മാർക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ മിഥിലാപുരിക്ക് വേഗം പോകുക. ഒട്ടും കാലതാമസം വരുത്തരുത്. മാമുനീന്ദ്രന്മാരും മന്ത്രിസത്വന്മാരും ഒരുപോലെ സസന്തോഷം ആ അഭിപ്രായത്തെ ആദരിച്ചു. നാളെ രാവിലെ യാത്രയാകാം എന്ന് മഹാരാജാവ് സാമോദം അനുജ്ഞ നൽകി. ജനകമാത്യന്മാരെ ദശരഥ നരേന്ദ്രൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ തന്നെ സത്കരിച്ചു. സമസ്ത വിഭവങ്ങളും അടങ്ങിയ ഉദാര സ്വീകരണം അവാജ്യമായ ആനന്ദമേകി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.